ദശകം 24 പ്രഹ്ലാദചരിതം. ഹിരണ്യാക്ഷേ പോത്രി പ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധാ ഗ്ലപിതധൃതിരേതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുരമരാരാദി സദസി പ്രതിജ്ഞാമാതേനീ തവ കില വധാർത്ഥം മുരരിപോ. അലയോ ഭഗവൻ, ഹിരണ്യാക്ഷൻ വരാഹശ്രേഷ്ഠൻ്റെ രൂപം കൈക്കൊണ്ട് അങ്ങയാൽ വധിക്കപ്പെട്ടപ്പോൾ ദുഃഖത്താലും ക്രോധത്താലും സന്തോഷം നശിച്ച അവൻ്റെ സഹോദരനായ ഹിരണ്യകശിപു അല്ലയോ മധുവിൻ്റെ ശത്രുവായ ഭഗവാനെ, അങ്ങയെ വധിപ്പാനായി അസുരന്മാരുടെ സഭയിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തുവത്രേ. വിധാതാരം ഘോരം സകലു തപസിത്വാനചിരതഃ പുരസാക്ഷാത് കുർവൻ സുരനരമൃഗാധ്യൈരനിധനം വരം ലബ്ധ്വാ തൃപ്തോ ജഗദിഹ ഭവന്നായകമിദം പരിക്ഷുന്ദ്രന്നിന്ദ്രാത് അഹരദദിവം ത്വാമഗണയൻ. അവനാകട്ടെ താമസം വിനാ കഠിനമായ തപസ്സനുഷ്ഠിച്ചിട്ട് ബ്രഹ്മാവിനെ മുമ്പിൽ പ്രത്യക്ഷമാക്കിയിട്ട് ദേവന്മാർ, മനുഷ്യന്മാർ, മൃഗങ്ങൾ തുടങ്ങിയവർക്കാർക്കും വധിച്ചുകൂടായ്മയാകുന്ന വരത്തെ ലഭിച്ചിട്ട് അഹങ്കാരിയായി തീർന്നിട്ട് അങ്ങാകുന്ന നാഥനോടുകൂടിയ ഈ ലോകത്തെ നശിപ്പിക്കുന്നവനായി, അങ്ങയെ അവഗണിക്കുന്നവനായി തന്നെ ദേവേന്ദ്രനിൽ നിന്ന് സ്വർഗത്തെയും അപഹരിച്ചു. നിഹന്തും ത്വാം ഭൂയഃ തവ പദമവാപ്തസ്യ ചരിപോ ബഹിർദിഷ്ടേരന്ധർം ദരിതഹൃദയേ സൂക്ഷ്മവപുഷാ നദന്നുച്ചൈസ്തത്രാപ്യഖില ഭുവനാന്തേ ച മൃഗയൻ ഭിയായാതം മത്വാ സഖലുജിതകാശീ നൃവവൃതേ. അനന്തരം അങ്ങയെ നിഗ്രഹിപ്പാനായിട്ട് അങ്ങയുടെ നിലയമായ വൈകുണ്ഠത്തിലെത്തിച്ചേർന്ന ഹിരണ്യകശിപുവിൻ്റെ ബാഹ്യമായ ദൃഷ്ടിയിൽ നിന്നും സൂക്ഷ്മരൂപിയായി അങ്ങ് അവൻ്റെ ഹൃദയത്തിൽ അന്തർധാനം ചെയ്തു. അവനാകട്ടെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് വൈകുണ്ഠത്തിലും മറ്റ് സമസ്ത ലോകാന്തർഭാഗങ്ങളിലും അന്വേഷിച്ചുകൊണ്ട് അങ്ങ് അവനെ പേടിച്ചോടിയിരിക്കുമെന്ന് കരുതി എല്ലാ ദിക്കുകളിലും താൻ ജയിച്ചു കഴിഞ്ഞുവെന്ന ഭാവത്തോടെ തിരിച്ചുപോയി. തതോസ്യ പ്രഹ്ലാദഃ സമജനിസുതോ ഗർഭവസതൗ മുനേർവീണാവാണേഃ അധിഗതഭവത് ഭക്തിമഹിമാ സ വൈ ജാത്യാ ദൈത്യാ ശിശുരഭി സമേത്യ ത്വയി രതിം ഗതസ്ത്വദ്ഭക്താനാം വരദ പരമോദാഹരണതാം. അനന്തരം അവന് പ്രഹ്ലാദൻ എന്ന ഒരു പുത്രൻ ജനിച്ചു. അല്ലയോ വരപ്രദനായ ഭഗവൻ, അവനാകട്ടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ വീണാപാണിയായ നാരദ മഹർഷിയിൽ നിന്ന് അറിയപ്പെട്ട ഭഗവത് ഭക്തിയുടെ മഹിമയോടുകൂടിയവനാകയാൽ ജനനം കൊണ്ട് അസുരനാണെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അങ്ങയിലുള്ള ഭക്തിയെ ലഭിച്ചിട്ട് അങ്ങയുടെ ഭക്തന്മാരുടെ ഉത്തമമായ ഉദാഹരണമെന്ന നിലയെ പ്രാപിച്ചു. സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിരശിശിക്ഷച്ചിരമമും ഗുരുപ്രോക്തം ചാസൗ ഇദമിദമഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യൈവ വവൃധേ. ദുഷ്ടബുദ്ധിയായ ആ ഹിരണ്യകശിപു അസുരന്മാർക്ക് പരിഹാസ്യമായ അങ്ങയുടെ പാദസേവയെ തൻ്റെ പുത്രനിൽ കണ്ടിട്ട് ഇവനെ വളരെ കാലം ഗുരുക്കന്മാരെ കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. ഈ പ്രഹ്ലാദനാകട്ടെ ആചാര്യന്മാരാൽ അഭ്യസിപ്പിക്കപ്പെട്ടതെല്ലാം തന്നെ ഇതും അമംഗളത്തെ ഉണ്ടാക്കുന്നതാണ് എന്നിങ്ങനെ തള്ളിക്കളയുന്നവനായിട്ട് അങ്ങയുടെ പാദഭക്തിയോടുകൂടി തന്നെ വളർന്നു വന്നു. അധീതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേ ധതനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിധൻ വധോപായാനസ്മിൻ
വ്യതനുത ഭവത്പാദശരണീ. അതിൽ പിന്നെ ഒരവസരത്തിൽ പഠിപ്പിച്ച വിഷയങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായതെന്തെന്ന് ചോദിക്കപ്പെട്ട പ്രഹ്ലാദൻ ഭഗവത് ഭക്തി തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ വ്യാകുലമായ മനസ്സോടുകൂടിയവനായി തീർന്ന ഹിരണ്യകശിപു ആചാര്യന്മാരോട് ക്രുദ്ധനായി തീർന്നപ്പോൾ ഇത് ഇവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണെന്നറിയിക്കപ്പെട്ടവനായിട്ട് അങ്ങയുടെ തൃപ്പാദങ്ങൾ മാത്രം ശരണമായിരിക്കുന്ന ഈ പ്രഹ്ലാദനിൽ വധോപായങ്ങളെ പ്രയോഗിച്ചു. സശൂലൈരാവിദ്ധഃ സുബഹുമധിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പേർദഷ്ടോപ്യനശനഗരാഹാരവിധുതഃ ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹഃ പരമാത്മന്നയി വിഭോ ത്വയീന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജത. അല്ലയോ സർവവ്യാപിയായ പരമാത്മൻ, ആ പ്രഹ്ലാദൻ ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടവനായിട്ടും ദിഗ്ഗജ സമൂഹത്താൽ മർദ്ദിക്കപ്പെട്ടവനായിട്ടും ക്രൂരസർപ്പങ്ങളാൽ കടിപ്പിക്കപ്പെട്ടവനായിട്ടും പട്ടിണി കിടത്തൽ, വിഷഭക്ഷണം നൽകൽ എന്നിവയാൽ ക്ഷോഭിക്കപ്പെട്ടവനായിട്ടും ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളപ്പെട്ടവനായിട്ടും അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സുള്ള അവസ്ഥ കാരണം അല്പമെങ്കിലും വേദനയെ പ്രാപിച്ചില്ല. ആശ്ചര്യം തന്നെ. തതശങ്കാവിഷ്ടഃ സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈസ്തമരുണം ഗുരോശ്ചാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേസ്തത്വം പരമഭിവിജ്ഞാനമശിഷം. അനന്തരം മനസ്സിൽ ശങ്ക ജനിച്ചവനും അതീവ ദുഷ്ടനുമായ ഇവൻ്റെ അച്ഛൻ ഹിരണ്യകശിപുവാകട്ടെ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ഗുരുവിൻ്റെ ഗൃഹത്തിൽ അവനെ വരുണപാശങ്ങളാൽ ബന്ധിച്ചിട്ട് പിന്നീട് പ്രഹ്ലാദനാകട്ടെ ഗുരു ഇല്ലാത്ത അവസരത്തിൽ കൂട്ടുകാരായ അസുരക്കുട്ടികൾക്ക് ഭഗവത് ഭക്തിയുടെ യാഥാർത്ഥ തത്വത്തെയും സർവോത്തമമായ ആത്മജ്ഞാനത്തെയും ഉപദേശിച്ചു. പിതാ ശൃണ്വൻ ബാലപ്രഖരമഖിലം ത്വസ്തുതിപരം രുഷാന്തപ്രാഹൈനം കുലഹതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠഃ തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഖദീത്. പിതാവായ ഹിരണ്യകശിപു സമസ്തമായ അസുരബാല സമൂഹവും അങ്ങയെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതായി കേട്ടുകൊണ്ട് കോപം കൊണ്ട് അന്ധനായിത്തീർന്നിട്ട് പ്രഹ്ലാദനോട്, ഹേ വംശധ്വംസക, നിനക്കാരാണ് ബലം എന്നിങ്ങനെ ചോദിച്ചു. എനിക്ക് ബലമായിരിക്കുന്നത് വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാൻ തന്നെ. അങ്ങയ്ക്കും ബലമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ. സകല ലോകങ്ങൾക്കും ബലമായിരിക്കുന്നതും അദ്ദേഹം തന്നെ. 3 ലോകങ്ങളായിരിക്കുന്നതും അദ്ദേഹം തന്നെ എന്ന് ധീരനായ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രബിന്ദേ സ്മസ്തംഭം ചലിതകരവാളോ ദിദിസുതഃ അധഃ പശ്ചാദ്ധിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഢയമാം. എടാ, സകല ജഗദ്രൂപിയാണെന്ന് പറയുന്ന ആ ഹരി എവിടെയാണ് എവിടെയാണ് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഹിരണ്യകശിപു വാളിളക്കിക്കൊണ്ട് മുമ്പിലുണ്ടായിരുന്ന തൂണിനെ ഭേദിച്ചു. അല്ലയോ സർവവ്യാപിയായ ഭഗവൻ, അതിനു ശേഷമുണ്ടായത് വേഗത്തിൽ പറയുവാൻ ഞാൻ ശക്തനല്ല. കരുണാമയനും വിശ്വരൂപനുമായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ സുഖിയാക്കേണമേ. ഹിരണ്യകശിപു വാളെടുത്തു കുലുക്കിയെങ്കിലും സ്തംഭത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്. ശ്രീഹരയേ നമ. ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.